വർഷമായി ഏക ഭർത്താവായ കുഞ്ഞിക്കാദറിനെ കാത്തിരുന്ന ആയിഷയെയും ഖദീജയെയും ഞെട്ടിച്ച് കുഞ്ഞിക്കാദറുടെ കത്ത് വരുന്നു. കോടീശ്വരനായ കുഞ്ഞിക്കാദർ ഗൾഫിൽ നിന്നും വരുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ ചാത്തനാപുരത്ത് പരക്കുന്നു. വരാൻ പോകുന്ന കുഞ്ഞിക്കാദറെ വശത്താക്കാൻ പലവിധ പദ്ധതികളും ഒരുക്കാൻ ശ്രമിക്കുന്ന ഖദീജയ്ക്കും ആയിഷയ്ക്കും തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മക്കളായ അബുവും ഷുക്കൂറും. ഇതിനിടയിൽ അബു തൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ നീതുവിനെ ഖദീജയെ സുന്ദരിയാക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. നീതുവും അബുവും തമ്മിലുള്ള ശൃംഗാരം കണ്ടുപിടിക്കുന്ന ഖദീജ നീതുവിനെ വീട്ടിന് വെളിയിലാക്കുന്നു. നീതുവിനെ സംരക്ഷിക്കാൻ ആയിഷ തയ്യാറാവുന്നു. തുടർന്ന് കാണുക. എന്താ പ്രശ്നം ഒന്ന് പറ. അവന്റെ ഹാർട്ടിനൊരു പ്രശ്നം. ഒരു വാൽവ് അടഞ്ഞിരിക്കുവോ. അത് തുറക്കാൻ പറ്റൂല. അത് തുറക്കണമെങ്കിലേ ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷന് 2 ലക്ഷം രൂപ വേണം. എന്റെ കയ്യില് ഒരു 1.5 ലക്ഷം രൂപയുണ്ട്. ഒരു 50,000 രൂപയും കൂടി കിട്ടിയാ എന്റെ അനിയൻ രക്ഷപ്പെടും. അതിപ്പോ 50,000 രൂപ ഞാനവിടെ പോനെ പെട്ടെന്ന് പടച്ചോനെ. ഒരുപാട് അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ, എന്നെ ഒന്ന് സഹായിക്കണം. അല്ല പ്രശ്നമില്ല, പക്ഷേ ഇത്രയും പെട്ടെന്ന് 50,000 രൂപ നിങ്ങളെ പോലുള്ള കോടീശ്വരന്മാർക്ക് ഒരു തുകയാണോ? അത് ശരിയാണ്, പക്ഷെ പെട്ടെന്ന് എവിടെ നിന്ന് എടുക്കുമെന്നൊരു എവിടെ നിന്ന് എടുത്തിട്ടായാലും എന്നെ ഒന്ന് സഹായിക്കണം. 100 പുണ്യം കിട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. പ്ലീസ് എന്നെ കൈവിടരുത്. ഇല്ല മുത്തേ, കൈ ഞാൻ വിടൂല. 50,000 രൂപ മതിയാ? അതിൽ കൂടുതൽ വേണോ? ഞാൻ തരും. ഒരനുജനല്ലേ ഉള്ളൂ. സന്തോഷമുണ്ട്. എനിക്ക് എന്നും ഇതിന് കടപ്പാടുണ്ട്, സ്നേഹവുമുണ്ട്. കൈവിട്. എന്താ ഉമ്മ? ഞാൻ തരൂ കേട്ടോ. ഋഷ്യ, കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. നീ കാര്യം പറ. ഒരു മണ്ടന്റെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ചു ആ തള്ളക്കിളവി. ഇപ്പോ അടുത്ത ടീമുകളാ എന്നെ ദത്തെടുത്തിരിക്കുന്നെ. നിന്റെ സമയം അല്ലാതെ എന്ത് പറയാനാ. അപ്പുറത്തെ മണ്ടൻ വിവരക്കേടിന്റെ BA-ക്കാരനാ, ഇവിടത്തവന് MA-ക്കാരനും. പക്ഷെ നല്ല കാശുള്ള ടീമല്ലേ, വിട്ടുകളയണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാശിന് ഗതിയില്ലാത്ത പാർട്ടികളാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ വീട് ഇതിലും ഭേദമാ മോളെ. എന്താ നിന്റെ പ്ലാൻ? ഞാൻ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കാര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ നടക്കുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. നീ ആളാരാ? പുലിയല്ലേ? ഇന്ന് രാത്രി ഇവിടെ ഈ സുന്ദരിമുക്കിൽ ഈ ആയിഷ ടീ സ്റ്റോളിൽ ചിലതൊക്കെ നടന്നിരിക്കും. ഓക്കേടാ, അപ്പൊ ഉടൻ കാണാം. കാണാം. പൈസ കിട്ടിയ ഇതേ ഖദീജയുടെ കടയിലെ പോലത്തെ കല്ല് പോലത്തെ ഇഡലി അല്ല, നല്ല സോഫ്റ്റ് ഇഡലിയാ. കഴിക്ക്. ആയിഷയുടെ ഇഡലി അല്ലെങ്കിൽ സോഫ്റ്റാ? എന്താ? അല്ല,
സോഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓ ഓൾ ഇതുവരെ കട തുറന്നില്ലല്ലോ. ഓ, ഓളെ 2 ബയക്ക് പറയാതെ കടയിൽ കയറി ഒരു സുഖവും ഇല്ല. ഈ ഒരു കാര്യം അറിഞ്ഞ നമ്മളെ വീട്ടിലെ പുതിയൊരാളുണ്ട്. ഓള് വന്നതിന് ശേഷം വീടിനൊരു മാറ്റമുണ്ട്. അടിച്ചിറക്കി വിട്ടോളുമാർക്കുള്ള ശിക്ഷ പിന്നാലെ വരും. ഓൾ എന്താണ് വിചാരിച്ചത്? ഇറക്കി വിട്ട താമസിപ്പിക്കാൻ ഇവിടെ ആളിരുന്ന് കരുതിയാ? ഇവിടെയുള്ള കൊച്ചില്ല നീതു. യോ, ഇതുപോലൊരു പാവം കൊച്ച് ഈ നാട്ടിലുണ്ടാവില്ല. ഓളിവിടെ ഉണ്ടോന്ന് കുത്തി നോക്കണം. എന്നാ നിങ്ങളൊന്ന് വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ. ആണാ? എനിക്ക് കാണാ, ഞാൻ വിളിക്കാട്ടാ. മോളെ നീതുവേ, ഒന്നിങ്ങോട്ട് വാ. അന്നെ കാണണ്ടേ മൊഞ്ചുള്ള ഒരുത്തൻ വന്നിക്കണ്. അനക്ക് പാൽച്ചായ എടുക്കട്ടെ? നിങ്ങൾ 2 എണ്ണം എടുത്തോളി. ആധാർ കാർഡ് 2 എണ്ണം. 2 നമുക്ക് തന്നെ. എന്താണ് പറയാ? നമ്മുടെ നീതുനെ കാണില്ല ഉമ്മ. ഞമ്മടെ നീതു? അതെപ്പോഴാ ഞമ്മടെ നീതു? നമ്മുടെ നീതു അല്ല, നീതുനെ കാണില്ല. അവളെവിടെങ്കിലും കാണോ? നീ പോയി നോക്ക്, ചെല്ല്. ഇല്ലുമ്മ, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെ കാണില്ല. നിന്നോട് ആരാ പറഞ്ഞ കൊച്ചിനെ പോയി നോക്കാൻ? ഉമ്മ, ഞാൻ പറയണത് നേരാണ്, അവളെ കാണാനില്ല. ഇവനെ കൊണ്ട് തോറ്റ്. നീതു, 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 ഇവളെവിടെ പോയി? ഉമ്മ, ഇനി അവരെങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണാ? അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നീ എല്ലായിടത്തും നോക്കിയായിരുന്നോ? ഞാൻ എല്ലായിടത്തും നോക്കി ഉമ്മ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? ആ തള്ളെ മോനെ ഞാൻ ജയിലിൽ കയറ്റും. നോക്കിക്കോ, ആ കൊച്ചിനെന്തെങ്കിലും പറ്റിയ ഒന്നിനെ ഞാൻ വെറുതെ വിടൂല. നോക്കിക്കോ. ഇതെന്ത് ഈ പെട്ടിധാരാണ് ഇങ്ങോട്ട് നീക്കി വെച്ചത്? ഇതാരാണിത് തുറന്നു വെച്ചേക്കണത്? ഇതാരുടെ തുറന്നു? എനിക്കറിഞ്ഞൂടാ ഉമ്മ. ഞാനേ ഓൾ അപ്പുറത്തെങ്കിലും നോക്കട്ടെ. ചിട്ടി പിടിച്ച പൈസ. അല്ലോ, അമ്മന്റെ പൈസ പോയി. അല്ലോ, നമ്മുടെ 50,000 രൂപ പോയി. പടച്ചോനെ, പടച്ചോനെ, ഇതെവിടെ പോയി? ശുക്കൂറേ, ശുക്കൂറേ. എന്തായാലും അവര് ചായക്കട വിറ്റ് കാശാക്കില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. എന്തൊരു ബഹളമായിരുന്നു. സൗന്ദര്യം കൂട്ടല്, ബ്യൂട്ടി പാർലർ. ഇപ്പൊ 2 ആൾക്ക് സമാധാനം ആയല്ലോ. എന്നാലും ഇങ്ങനെയൊക്കെ പെമ്പിള്ളേരുണ്ടോ? ഓരോരുത്തന്മാര് കണ്ടുപിടിച്ചോണ്ട് വന്നോളും. കുത്തി നോക്കാൻ ഇത് ചക്കയൊന്നുമില്ലല്ലോ, പെണ്ണല്ലേ. എനിക്കും എന്റെ മോനും ഓളെ പെശകാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഇറക്കി വിടുകയും ചെയ്തു. ഞങ്ങൾ ഇറക്കി വിടുന്നതിനൊക്കെ കേറ്റാൻ നിൽക്കല്ലേ, അതാ പണി കിട്ടിയത്. പണി കിട്ടിയെങ്കിൽ കണക്കായി പോയി. അതിപ്പോ പണി 2 ആൾക്കും കിട്ടിയല്ലോ. പോവാണ്. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുത്. അങ്ങനെ താമസിപ്പിച്ചാൽ അവര് നമ്മുടെ ആധാരം കൊണ്ടുപോകും. ഏതാധാരം? കുടുംബത്തിന്റെ ആധാരം. ഓ, ഇപ്പൊ പണമല്ലേ പോയുള്ളൂ. അവളെ പീഡിപ്പിച്ചെന്നെങ്ങാനും പറഞ്ഞ് കേസ് കൊടുത്തിരുന്നെങ്കിലേ 2 ഉമ്മമാരും 2 മക്കളും കൂടി അകത്തായി പോയാനെ. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഈ ചാത്തനാപുരം പഞ്ചായത്ത് മൊത്തം നിങ്ങളുടെ കൂടെ. പഞ്ചായത്ത് നിൽക്കില്ല, പ്രസിഡന്റ് നിൽക്കും. പ്രസിഡന്റ് അല്ലേലും ഇക്കാര്യങ്ങളിലൊപ്പം താല്പര്യമുള്ള ആളാണല്ലോ. ചിലരുടെയൊക്കെ വിചാരം എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണോ എന്ന് തോന്നുമോ എടോ, അത് താൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ കിണ്ണം കെട്ടുന്ന തല പൊങ്ങിയത് കണ്ടോ? ഇനി ഇതുപോലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ സഭയിൽ ഉപയോഗിച്ചാൽ തന്നെ ഞങ്ങൾ പുറത്താക്കും. അതെ, നമ്മൾ ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാനാ വന്നിരിക്കുന്നത്. എന്റെ കുമാരൻകുട്ടി മെമ്പറെ, എന്തോ 1ഉം 2ഉം അല്ല, 50,000 രൂപയാ പോയി കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്ന് താമസിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ പെണ്ണിന്റെ അഡ്രസ്സോ വല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോ സ്വിച്ച് ഓഫാ. ആ നമ്പർ എന്റെ കയ്യിലുണ്ട്.
അതവളുടെ വേറൊരു നമ്പർ. എന്റെ പ്രസിഡന്റ്, പോലീസിലൊരു ഒരു പരാതി കൊടുക്ക്. ഇപ്പൊ അവളെ പൊക്കും. എടോ, താൻ മണ്ടത്തരത്തിന് PhD എടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പരാതി കൊടുത്തു, അവളെ പോലീസ് പൊക്കി. അവൾ ആദ്യം പറയുന്ന പേര് ആരുടേതായിരിക്കും അറിയാവോ? പ്രസിഡന്റിന്റെ. പ്രസിഡന്റിന്റെ അല്ല, കുമാരൻകുട്ടി മെമ്പറുടെ. ചാത്തനാപുരത്തെ പ്രതിപക്ഷ നേതാവിന്റെ. അതിന് ഞാൻ അവളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പരസ്പരം കാണണമെന്നൊന്നുമില്ല. അവളുടെ ഡയറി തുറന്ന് നോക്കുമ്പോ എന്റെയോ തന്റെയോ പേരുണ്ടെങ്കിൽ ഏതായാലും നല്ല വീതിയുള്ള ഒരു കർച്ചീഫ് വാങ്ങിച്ചു വെച്ചോ. അതെന്തിനാ? അതെ, പോലീസുകാര് പിടിച്ചോണ്ട് പോകുമ്പോ ചാനലുകാര് കാണാതിരിക്കാനേ മുഖത്തിടാൻ വേണ്ടിയാ. പിന്നെ വീതിയുള്ള കർച്ചീഫ് നിർമ്മാണം ഇപ്പൊ കമ്പനികളൊക്കെ നിർത്തിയെന്നാ പറയുന്നത്. അതെന്താ? നാട്ടിലെ പീഡനം വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ വീതിയുള്ള കർച്ചീഫാണെന്നാ ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം. ഇനി കേസ് വഴക്കൊന്നും വേണ്ട, എനിക്ക് പോയത് പോയി. അതെ, പുതിയ പുലിവാലൊന്നും എനിക്കും പിടിക്കാൻ വയ്യ. ഇതൊരു മുന്നറിയിപ്പാ. കുഞ്ഞിക്കാതർ വരാൻ പോകുന്നുണ്ട്. പല അപരിചിതരും വരും. അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റരുത്. ഈ പ്രശ്നത്തിന്റെ പേരിലെങ്കിലും പ്രസിഡന്റ് ഒന്ന് രാജിവെച്ചൂടെ? രാജിവെക്കാമല്ലോ. എന്നിട്ട് എന്നാത്തിനാ? എനിക്കവിടെ ഇരിക്കാൻ പറ്റിയൊരു മോന്ത. ഒന്ന് പോടോ. ഞാൻ ആവഴിക്കാം. മെമ്പർ വരുന്നു. ഞാനും വരുന്നു. ഞങ്ങൾ നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്കായിരിക്കും. അതെ, ആ പെങ്കൊച്ചിന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? എന്തിനാ? ഒന്ന് സുന്ദരനാകാനാ. അയ്യടാ, കൊഞ്ഞംകുടത്തിന് എന്തിനാ പൊട്ട്? അലൂമിനിയം കലത്തിന് ഏറ് കിട്ടിയപ്പോഴത്തെ ഒരു മോന്തയും വെച്ച് നടക്കുക ചുന്നരനാവാൻ. ഒന്ന് പോമെമ്പറേ. ഖദീജയോടൊന്ന് ചോദിച്ചാലോ? അയ്യോ, അല്ലേ വേണ്ട, പോട്ടെ. ഞാൻ അടിച്ചിറക്കിയവരെയൊക്കെ വിളിച്ചു കയറ്റലല്ലേ നിന്റെ പണി? വേസ്റ്റ് ചുമക്കി. നിനക്ക് അങ്ങനത്തെ പണി തന്നെ കിട്ടണോടി. അവളുമാരുടെ കയ്യിൽ കിട്ടിയാലേ പിന്നെ ഈ കുഞ്ഞിക്കാതന്റെ കാര്യം കട്ടയും പടവോ. ഇവിടെ എത്തിക്കഴിഞ്ഞാ അല്ലേ തന്നെ അയാളുടെ കാര്യം പോക്കാം. എത്ര പേരാ വലയും വീശി കാത്തിരിക്കുന്നെന്ന് അറിയാവോ? അല്ല സതി മെമ്പറെ, നമ്മൾ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിക്കാതർ വരുമ്പോ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഒരു കമ്പനിയോ ഒരു ഫാക്ടറിയോ അങ്ങനെ എന്തേലും. പിന്നെ പ്രസിഡന്റ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്ന ആളല്ലല്ലോ. ആ കുമാരൻകുട്ടി ചില മുനവെച്ചുള്ള സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതെന്ത് സംഭാഷണം? ഓ ഒന്നും അറിയാത്തതുപോലെ. നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. എന്തൊക്കെയോ? ഈ അല്ലറ ചില്ലറ ചുറ്റിക്കളികളൊക്കെ. അത് ശരി, അതൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഞാനറിയാത്ത എന്ത് ചുറ്റിക്കളിയാ? അതെ, നാട്ടുകാരുടെ ഈ സംസാരം നമുക്കൊന്ന് യാഥാർത്ഥ്യമാക്കിയാലോ? മനസ്സിലായില്ല. സ്വതന്ത്ര മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ ഒരു അവിഹിത ബന്ധം. ഈ ഉച്ചപത്രത്തിലൊക്കെ എന്റെ ഈ സതിയുടെ ഈ ഫോട്ടോ അച്ചടിച്ചു വരുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. വൃത്തികേട് പറയാതെ പോ പ്രസിഡന്റ്. ഇതിലെന്തോന്ന് വൃത്തികേടിരിക്കുന്നു? അല്ലേലും ഇതൊന്നും ഞാനല്ലല്ലോ പറയുന്നത്, നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുമല്ലോ. നാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ നമുക്ക് അങ്ങനെ നടക്കുവോ? നമ്മള് ജനസേവകരല്ലേ. അങ്ങോട്ടൊന്ന് വന്നോട്ടെ. വേണ്ട വേണ്ട, അല്ല വേണം. ഞങ്ങളൊരു ചർച്ചയില. അരമണിക്കൂർ കഴിഞ്ഞു വാ. അങ്ങനെ കുമ്മാട്ടി പാലത്തിനൊരു സമാന്തര റോഡ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാണ്. അങ്ങനെ തൽക്കാലം ഗതാഗത തടസ്സം പരിഹരിക്കും. അതാണ്. ഇനി എന്താ വിഷയം? അതെ, മെമ്പറുടെ ഒരു കൊമ്മാട്ടിപ്പാലോ സമാന്തര റോഡ് ഒന്നും എനിക്ക് അറിയത്തില്ലെന്നാ ഭാവം. തനിക്ക് എന്തോന്നറിയാന്നാ? അതൊക്കെ നമുക്ക് ആണുങ്ങൾക്ക് തമ്മിൽ പിന്നെ പറയാം. പിന്നെ സ്വതന്ത്രയല്ലേ, എവിടെയും കയറി അങ്ങ് നിക്കാലോ. പിന്നെ പ്രസിഡന്റേ, എനിക്കും ചില പദ്ധതികളൊക്കെ ആലോചനയിലുണ്ടെന്നേ. ആ കുമാരൻകുട്ടി മെമ്പർ അറിയാതിരുന്നാ മതി. ഞാനും ചില പദ്ധതികളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ ചാത്തനാപുരം ഇളക്കി മാറിച്ചൊരു തേരോട്ടം. അപ്പൊ കുതിരയെ വേണ്ടി വരുമോ? അല്ല, ഈ തേരോട്ടം നിർത്താനേ
കുതിരയാകുമ്പോ ഒരു പുതുമയൊക്കെ ഉണ്ടാവുമല്ലോ. എന്റെ ദൈവമേ, ഈ ചാത്തനാപുരത്ത് ജനിച്ചവന്മാരെല്ലാം വികസന വിരുദ്ധന്മാരായി പോയല്ലോ. ഓഹോ, അതാണ് അവരുടെ പരിപാടി അല്ലേ? അതെ അതെ, കുഞ്ഞിക്കാതർ വരുമ്പോ മൂടോടെ വിഴുങ്ങാനാ പദ്ധതി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. അതിനൊക്കെ ഇനി പാത്രം തപ്പി നടക്കേണ്ടി വരില്ലേ? എടോ, താൻ എന്താ പറയുന്നേ? ഞാനിപ്പോ എന്താ ചെയ്യണം? നാളെ കുഞ്ഞിക്കാതറിനെ കൂട്ടിക്കൊണ്ടുവരാനേ പ്രസിഡന്റിനൊപ്പം മെമ്പർ കൂടി പോകണം. കുഞ്ഞിക്കാതറുമായി ഒരു രഹസ്യ നീക്കത്തിനും ഇട കൊടുക്കരുത്. മനസ്സിലായോ മെമ്പർക്ക്? അതിനാ പ്രസിഡന്റ് പോകാൻ തയ്യാറായി നിൽക്കല്ലേ? അതിനു മുമ്പ് ടാക്സി പിടിച്ച് മെമ്പർ അവിടെ എത്തണം. മെമ്പറുടെ കാറിലാവണം പ്രസിഡന്റ് കയറേണ്ടത്. ആ കാറിൽ വേണം കുഞ്ഞിക്കാതർ വരേണ്ടത്. അപ്പൊ കുഞ്ഞിക്കാതറിനെ കൊണ്ടുവന്നത് ആരാ? ആരാ ആരാ? പ്രസിഡന്റോ മെമ്പറോ? അപ്പോ താൻ അലഞ്ഞു നടക്കയല്ല. പുഷ്കറിന് ബുദ്ധി ഉണ്ട്. എന്റെ ബുദ്ധിയൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്നാ നമുക്ക് നടന്നാലോ? സൂക്ഷിച്ചു നടക്കണേ, പായലുണ്ട്, മണ്ടയടിച്ച് വീഴല്ലേ. ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളിപ്പാത്തുമ്മ, തുളിപ്പാത്തുമ്മ, പത്തിരി ചുട്ട് വിളമ്പി കദളി വായ കയ്യിലിരുന്ന് കക്കയിന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. കദീസു, മുത്തേ, ഓ ഇക്കാക്കാനെ കാത്തു നിന്ന് എന്റെ മുത്ത് വിഷമിച്ചു. നിനക്ക് വിഷമമുണ്ടോ? ഇപ്പോഴെങ്കിലും ഇങ്ങള് വന്നല്ല. നമ്മളെ മുത്ത് ഇക്കാക്ക എന്താണ് തിന്നാനുണ്ടാക്കിയത്? ഇങ്ങക്കിപ്പ എന്താ വേണ്ടത്? മട്ടൻ ബിരിയാണി. എന്റെ ഇക്ക, മട്ടനൊക്കെ ഇപ്പൊ എന്താ വില? പുട്ടും മുട്ടക്കറിയും പോരെ? നമ്മളെ മുത്ത് ഇക്കാക്ക എന്താണ് തിന്നാനുണ്ടാക്കിയത്? ഇങ്ങക്കിപ്പ എന്താ വേണ്ടത്? മട്ടൻ ബിരിയാണി. എന്റെ ഇക്ക, മട്ടനൊക്കെ ഇപ്പൊ എന്താ വില? പുട്ടും മുട്ടക്കറിയും പോരെ? ഐശു, നീ ഇതെന്തെടുക്കണേ? ഞമ്മക്ക് കിടക്കാൻ മെത്ത വിരിക്കരുത്. ഇത്ര പെട്ടെന്ന്? പിന്നെ 20 കൊല്ലം കൂടി വന്നതല്ലേ ഇങ്ങള്? ഇച്ചിരി മുല്ലപ്പൂവും കൂടി ഇടായിരുന്നു. അതെന്തിനാണ് മുത്തേ? ഇന്ന് നമ്മൾ ആദ്യരാത്രിയാണ്. ഒന്ന് പോയിക്ക. നിങ്ങളെ ആ പാല് കുടിക്കി. ദേ, കുങ്കുമപ്പൂട്ട് കാച്ചിയതാ. നിങ്ങളൊന്ന് റൊക്കെ പോയി. ദേ, നിങ്ങൾ വല്ലാണ്ട് കറുത്തും പോയി. അനക്കെന്താ? പിന്നെ ഇങ്ങളെനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് സാരി ഉണ്ട്, സ്പ്രേ ഉണ്ട്. മുല്ലപ്പൂന്റെ ആണോ? ജാസ്മിന്റെ. അവളേതാണ്? ജാസ്മിൻ. ജാസ്മിനാ? അപ്പൊ നിങ്ങൾ ആ പഴയ പണി വിട്ടിട്ടില്ല അല്ലേ? 20 അല്ല 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ നന്നാവത്തില്ല. എന്റെ മുത്ത് ക്ഷീണിച്ചു പോയിട്ടോ. ഓ, എങ്ങനെ ക്ഷീണിക്കാണ്ടിരിക്കും? മനപ്രയാസമല്ലേ? ഇനിയിപ്പം മനപ്രയാസം വേണ്ട. മുത്തിന്റെ ഒക്കെ വന്നില്ലേ, നിക്കണ കണ്ടില്ലേ? അതൊക്കെ പോട്ടെ, ഞമ്മക്ക് ഇഷ്ടപ്പെട്ട മട്ടൻ 25 ഉണ്ടാക്കിയിട്ടുണ്ട്. മട്ടൻ 25. അതെന്താ? ഇവക്ക് വേണ്ടി ഞാൻ അലീസി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മുട്ടമാല ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ട്. ഒക്കെ ഉണ്ട്, കൈകൊണ്ട് ഉണ്ടാക്കിയതാ.
ഇക്കാക്കാന്റെ കരളില് നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒരു TV. അതും സോണിന്റെ. ആരുടെ? സോണിന്റെ. എന്തിനാ അവളുടെ TV ഞമ്മക്ക് കൊണ്ടുവന്നത്? അതല്ല ഇഷു, സോണിന്റെ. ഞമ്മളെ സോണിന്റെ. എനിക്കറിയാം, നിങ്ങൾ എപ്പോഴും പഴയ പണിയൊന്നും നിർത്തിയിട്ടില്ല. ആ സോണിന്റെ അല്ല. പിന്നെ എന്താ? നിങ്ങൾ ഇത്ര നാള് ഷോണിന്റെ കൂടെ അല്ലായിരുന്ന? അതുകൊണ്ടല്ലേ ഇപ്പോഴും ഷോണിന്റെ പേര് മാത്രം പറയണത്. ഞമ്മക്കറിയേ നിങ്ങൾ ശരിയല്ല. ഇപ്പോഴും നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ. ഇപ്പോഴും ഷോണിന്റെ മനസ്സിൽ പറ്റോണ്ട് വന്നേക്ക.